യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറൈറ്റി ഗാർഡൻ തേടിയുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര കോതമംഗലത്തേക്കാണ്. കോതമംഗലം അടുത്തുള്ള ജോയ്സ് ഗാർഡനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശോഭന സ്കൂളിന് തൊട്ടടുത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ബോഗൻവില്ലയാണെങ്കിലും നമ്മളിന്ന് പോകുന്നത് അവിടുത്തെ അഡീനിയവും അതുപോലെ ഫ്രൂട്ട്സും ഇൻഡോർ പ്ലാന്റ്സും ഉള്ള ഒരു ഗാർഡനിലേക്കാണ്. ബാങ്കിൽ നിന്നും റിട്ടയറായ ചേട്ടൻ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഈ ഗാർഡനിങ്ങിലൂടെയും ഇതിൻ്റെ സെയിലിലൂടെയുമാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഇൻഡോർ ഗാർഡനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? എന്താണ്, എവിടെയാണ് ഇത് സ്ഥലം, എന്തൊക്കെയാണ് കളക്ഷൻ ഉള്ളത്? ഇത് കോതമംഗലമാണ്. കോതമംഗലത്തെ ശോഭന സ്കൂളിന് സമീപം. ഓക്കെ. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ബൊഗൈൻവില്ലയാണ്. ബൊഗൈൻവില്ല പക്ഷേ ഇവിടെയല്ല, ഫാമിലുള്ളത്. കുറച്ച് അപ്പുറത്ത് ഫാമാണല്ലേ? കുറച്ച് അപ്പുറത്തെ ഫാമാണ്. ഓക്കെ. ഇവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അഡീനിയൊക്കെ ഉണ്ടല്ലേ? അഡീനിയം, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഫ്രൂട്ട്സും ഉണ്ടല്ലേ? ഫ്രൂട്ട്സും ഉണ്ട്. ഓക്കെ. ചേട്ടാ, ഇതേതാ റോഡ് വരുന്നത് കോതമംഗലത്ത് നിന്ന്? AM റോഡ്, ആലുവ മൂന്നാർ റോഡ്. ആലുവ മൂന്നാർ റോഡ്. ആലുവ മൂന്നാർ റോഡാണ്. ഇപ്പോൾ കൊച്ചിൻ ധനുഷ്കോടി ഹൈവേ ആണല്ലേ? ഓക്കെ. ശരി ചേട്ടാ, നമുക്ക് ഓരോ ഐറ്റം ഒന്ന് നോക്കിയാലോ? അഡീനിയൊക്കെ നോക്കാം. ഓക്കെ. ഇതാണല്ലേ അഡീനയുടെ കളക്ഷൻ ചേട്ടാ? അഡീനിയം കളക്ഷൻ. ഓക്കെ. ഇതിൽ ഡബിളും ട്രിപ്പിളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇതിൽ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഉണ്ട് അപൂർവമായിട്ട്. ഓ, ഡബിളാണ് മെയിനായിട്ട് വരുന്നത് അല്ലേ? ഡബിളാണ് മെയിനായിട്ട്. പല വെറൈറ്റിയും പല കളറും ഉണ്ടല്ലേ? ഇതൊന്നും ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതല്ല, ഞങ്ങൾ വരുത്തുന്നതാ അല്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് ചേട്ടാ വരണേ? ഇത് പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അതെ അല്ലേ? ഇത് കൂടുതലായിട്ടും കണ്ണൂരിൽ നിന്നാണല്ലേ? സിംഗിളും റെയർ ആയിട്ടുണ്ടല്ലേ? ഈ ഒരു ചുമപ്പ് സിംഗിൾ ആണല്ലോ. പറയുന്നുണ്ടല്ലേ? അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാക്ടസ് ഇല്ലേ? കാക്ടസ്. ഇതിൻ്റെ ചെറിയതുണ്ട്, നമുക്ക് കൊടുക്കാനുണ്ടോ? ചെറുതുണ്ട്. ഉണ്ടല്ലേ? ഇത് ഓരോന്നോരോ വെറൈറ്റി അല്ലേ? അത് 3 വെറൈറ്റി. ഇത് 3 വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ടല്ലേ? എല്ലാത്തിനും ഒന്നുമില്ല, ഒന്നിരണ്ടെണ്ണത്തിൻ്റെ. ചേട്ടാ, ഇതേതാ ചെടി? ഇത് മെലാസ്റ്റോമ. ഇത് മരമായിട്ട് നല്ല പൂക്കളുള്ള ഇതില്ലേ? മരമായിട്ട് വളരും അല്ലേ? നാട്ടിലെ കദളി എന്ന് പറയും. അതെ അല്ലേ? ഈ ഒരു വയലറ്റ് കളർ മാത്രമേ ഉള്ളൂ ഇത് വരണേ അല്ലേ? വയലറ്റും ലൈറ്റ് പിങ്ക്. ഓ, ഇത് അതിൻ്റെ ലൈറ്റ് കളറും ഉണ്ടല്ലേ? ഇത് വേറെ ആണോ അല്ലേ? അതിൻ്റെ കളർ ചേഞ്ച് അല്ലേ? ചെത്തിയില്ലേ? ഇത് വെള്ളയല്ലാതെ വേറെ കളറുണ്ടോ? ഉണ്ട്. ഓ, അത് ഈ ചെടി ഇത് ബ്ലാക്ക് CC പ്ലാന്റ്. ബ്ലാക്ക് CC പ്ലാന്റ്. ഓ, ഇത് ഇൻഡോർ പ്ലാന്റ് ആണല്ലേ? ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈ ഉണ്ടോ നമുക്ക്? ഉണ്ട്. അതെ. ഇത് കടലാന്തസ് എന്നുണ്ട്. കടലാന്തസ്. ഓ, ഇത് നമുക്ക് വേറെ ചെറിയ ചെടികളുണ്ട് അല്ലേ? ഇത് അധികം ഹാങ്ങിങ് ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇതും ഇൻഡോർ തന്നെ അല്ലേ? ഇൻഡോർ ആണ്. അതുപോലെ ആ ഹാങ് ചെയ്യുന്നത് അത് സ്പാനിഷ് മൗസ് എന്ന് പറയും. ഓ, അതിന് മണ്ണ് വേണ്ട, എയറിൽ തന്നെ വെള്ളവും സ്പ്രേ വലിച്ചോളൂ അല്ലേ? സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലേ? സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊരു വലിയ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അത് വലിയ പ്ലാന്റ്, ഞങ്ങളുടെ മദർ പ്ലാന്റ് ആണ്. അതെ അല്ലേ? ഈ ചെടിയുടെ പേര് എനിക്ക് അറിയില്ല. ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ഇല നല്ല ചേമ്പിന്റെ പോലെ. ഇത് മിൽക്കി ബാമ്പു തൈകളാണ്. ഓ, ഇതും ഇൻഡോർ ആണല്ലേ? ഇത് പുറത്തും വെക്കാൻ? സെമി ഇൻഡോർ. ഓ, പുറത്ത് വേണമെങ്കിലും വെക്കാം അല്ലേ? പുറത്ത് അധികം വെയിലില്ലാത്ത ഷെയ്ഡിൽ വെക്കാം. ഇതാ മോസിന്റെ തന്നെ ഇതാണോ അതോ വേറെ? ഇത് വേറൊരു എന്നാണ്, എൻ്റെ പേരറിയില്ല. ഓക്കെ. ഇതൊക്കെ കാക്ടസ് അല്ലേ? കാക്ടസ്. J33. ഏത്? J33. J33. ചെറിയ ഇത് പ്ലാവ് ഉണ്ടല്ലോ നമുക്ക്? ചെറുതുണ്ട്. ഓക്കെ.
അത് ഇത് മരമുല്ല എന്ന് പറയും. മരമുല്ല. മരമുല്ല. ആ, അതിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ടല്ലേ? അതിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. അപ്പുറം ഒരു കാക്ടസ്, അത് വലുതാണല്ലോ. മരമുല്ലയുടെ പൂന്ന് കാണിച്ചു കൊടുക്കും. ആ, മരമുല്ല. ഓ, ചെറിയ പൂവാണല്ലേ? ചെറിയ പൂവാണ്, പക്ഷെ നല്ല സ്മെല്ലാണ്. അത് മണത്ത് നോക്കുക. നല്ല സ്മെല്ലുള്ള പൂവല്ലേ? ഇത് മഞ്ഞ ചെത്തിയില്ലേ? അത് ചെത്തി മഞ്ഞ. അതൊരു കാക്ടസാണ്. മങ്കി ടൈൽ എന്നാണ് അതിൻ്റെ പേര്. മങ്കി ടൈൽ അല്ലേ? മങ്കി ടൈൽ. ഇത് കുറച്ച് വലിയ പ്ലാന്റ് അല്ലേ? ഇത് അതൊരു കാക്ടസാണ്. മങ്കി ടൈൽ എന്നാണ് അതിൻ്റെ പേര്. മങ്കി ടൈൽ അല്ലേ? മങ്കി ടൈൽ. ഇത് കുറച്ച് വലിയ പ്ലാന്റ് അല്ലേ? അത് കുറച്ച് വലിയ പ്ലാന്റ്. താഴേക്കുണ്ട്, നല്ല മങ്കിയുടെ വാല് പോലെ ഉണ്ട്. അടിപൊളിയാ അല്ലേ? ഇതിൻ്റെ തൈ നമുക്കുണ്ടോ? ആ, തൈ ഉണ്ട്. ഇതിൻ്റെ ഈ ഓരോ കുറച്ച് സമയം എടുക്കും വളർന്നു. ഇതേടാ പെഡലാന്തസ്. ഇത് ഇൻഡോർ തന്നെ അല്ലേ? ആ, പാക്കിംഗ് ബോട്ടിൽ. ആ, ഇതും നേരത്തെ കണ്ട മോസിനെപ്പല്ലേ വേറൊരു? അല്ലല്ല, ഇത് ഒരു കാക്ടസിന്റെ വർഗത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? കൃത്യം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ പ്രത്യേകത, ഇത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അറ്റത്തേക്കടെ ഒരു പേൾസ് പോലെ ഇതുണ്ടാവും. പൂവാണോ? പൂവല്ല. ആ, ഇതോടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതും അതിന്റെ വേറെ ഇനം അല്ലേ? അതെ, ഇതിന്റെ പേര് ഫിഷ് ബോൺ കാക്ടസ്. ഓ, ഒക്കെ വെറൈറ്റി കാക്ടസുകളാണ്. ഇതിൽ പൂ ഉണ്ടാവും എന്ന് പറയുന്നു, പക്ഷേ ഇതുവരെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അതിന്റെ വേറെ തൈ ഉണ്ടല്ലേ? ആ, ഇതാ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചെടിയല്ലേ ഇത്? അത് ചെത്തി, ചുവന്ന ചെത്തി. ഇത് യൂജീനിയ. യുജീനിയ. റംബുട്ടാനല്ലേ? ഇത് റംബൂട്ടാൻ. N18? റംബൂട്ടാൻ നെയ്റ്റ് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. അതെ അല്ലേ? സീസറും സ്കൂൾ ബോയ് ഒന്നും ഇല്ല അല്ലേ? ഇത് അവക്കാടോ? അവക്കാടോ. ഇത് അബിയു അല്ലേ? അബിയു, അബിയു. അതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ബിസോണി ആൽബ എന്നാണ് പേര്. അതെ അല്ലേ? വലിയ പേരാ. ഓ, അതിൻ്റെ വേറെ ഉണ്ട് അല്ലേ? അതിൻ്റെ വേറെ ഉണ്ട്. അതിൻ്റെ തൈകളുണ്ട്. അതെ അല്ലേ? ചെമ്പരത്തി വെരിഗേറ്റഡാണ് ഇത്. ഇത് ഏതാ കളർ വരുന്ന പൂവ്? കളർ റെഡാന്ന് എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? ഇത് കാച്ച് ക്ലോ അല്ലേ? നമുക്കിവിടെ പൂണ്ടായിരുന്നാ? പൂണ്ടല്ലോ, മുട്ടുണ്ടല്ലോ. ഇതല്ലേ അല്ലേ? ഇത് വിരിഞ്ഞില്ല അല്ലേ? വിരിഞ്ഞിട്ടില്ല അല്ലേ? ഇത് ഗോൾഡൻ കാസ്കേഡ്. ഗോൾഡൻ കാസ്കേഡ്. ഇത് ഒരു മഞ്ഞപ്പൂ തന്നെയല്ലേ? മഞ്ഞപ്പൂ തന്നെ. മഞ്ഞപ്പൂ ഇങ്ങനെ കൊലയായിട്ട് താഴേക്ക്. അത് ഓർക്കിഡാണ്. എന്തോ പേര് ഓർക്കുന്നില്ല. നല്ല വലിയ തൈയാണല്ലേ? ഇതിൻ്റെ പൂണ്ടായി. പൂ പോയതാല്ലേ? ഓർക്കിഡ്. ഇത് പെട്രിയ അല്ലേ? അത് പെട്രിയ. ഇത് പൂവ് ലാസ്റ്റ് സമയമാകുമ്പോൾ പൂവിന്റെ കളർ പോകണല്ലേ? ആദ്യമേ അത് നല്ല ഫുള്ള് വയലറ്റ് അല്ലേ? ആദ്യമേ വയലറ്റ് ആയിരിക്കും. ഈ വയലറ്റ് അത് പോകാറാകുമ്പോഴാണ് കളർ മാറിപ്പോണേ അല്ലേ? മാറുന്നത്. ഇത് മരമുന്തിരിയാ? ഇത് മരമുന്തിരി. ജമ്പട്ടിക്കാവ. അതിൽ കായ കിടപ്പുണ്ട്. ഓ, ജമ്പട്ടിക്കാവ കാച്ചതുണ്ട് അല്ലേ? ഇത് കായുണ്ടല്ലേ? മരമുന്തിരി അല്ലേ? മരമുന്തിരി. ഇത് എന്തായാലും ഇതിന് മറ്റേ ഫ്രൂട്ട്സ് മുന്തിരിയുടെ സെയിം ടേസ്റ്റ്. സബാറയാണോ? സബാറ എന്ന് പറയുന്നത്? ഇത് സബാറ അല്ല. അല്ല അല്ലേ? ഇത് റെഡ് ഹൈബ്രിഡ്. ഇത് എസ്കാർലറ്റ്. എസ്കാർലറ്റ് ആണല്ലേ? സബാറ അപ്പുറത്തുണ്ട്. അതിന്റെ അപ്പുറത്ത് പറഞ്ഞോടല്ലോ. അത് വേറൊരു വെറൈറ്റി ആയ പേരറിയില്ല. ഇതൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു. കായുള്ളത് അത് എസ്കാർലറ്റ്. എസ്കാർലറ്റിന്റെ ആണല്ലേ? ഇതിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം പൂത്തതാ. ചെറിയ പൂ വരുന്നുണ്ട്. അതല്ലേ കായ ഉണ്ട് അവിടെ? ഇത് റെഡ് ഹൈബ്രിഡ്. ഓക്കെ.
ഇത് ടൈഫൻ ബാക്കിയായിട്ട് ഒരു വെറൈറ്റിയാണ്. ആ വെറൈറ്റി കൃത്യമായിട്ട് എനിക്ക് ഒന്നുമില്ല. നല്ല ക്രീം കളറാണല്ലേ ഇല. അയ്യോ സൈഡിൽ ഗ്രീനും കൂടെ ആകുമ്പോഴത്തേനും അടിപൊളിയായി. അതിൻ്റെ മറ്റൊരു പ്ലാന്റാണ് ഇത്. ആ ഇതതിൻ്റെ വേറെ വാഴ പോലത്തെ വെറൈറ്റി അല്ലേ? സെയിം തന്നെ. സെയിം തന്നെയാ അല്ലേ? അത് ഇച്ചിരി അങ്ങനെ പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ അല്ലേ? അല്ലേ തൈകൾ അവിടെ ഉള്ളതിനേക്കാളും ചെറിയ തൈ അല്ലേ? ചെറിയ തൈ. അത് വിയറ്റ്നാം സൂപ്പർ എയർലി. വിയറ്റ്നാം എയർലി എപ്പോഴും കായ ഉണ്ടാകുന്നത്. പെട്ടെന്ന് കായ ഉണ്ടാവും. പെട്ടെന്ന് കായ ഉണ്ടാവും. സീസണും ഇല്ലാന്ന് തോന്നുന്നു. ഇത് കൂടുതൽ സീസണില്ല. ഇത് പ്ലാവ് അല്ലേ? തൈകൾ അവിടെ ഉള്ളതിനേക്കാളും ചെറിയ തൈ അല്ലേ? ചെറിയ തൈ. അത് വിയറ്റ്നാം സൂപ്പർ എയർലി. വിയറ്റ്നാം എയർലി എപ്പോഴും കായ ഉണ്ടാകുന്നത്. പെട്ടെന്ന് കായ ഉണ്ടാവും. പെട്ടെന്ന് കായ ഉണ്ടാവും. സീസണും ഇല്ലാന്ന് തോന്നുന്നു. ഇത് കൂടുതൽ സീസണില്ല. ചെറിയ മരമുന്തിരിന്റെ ചെറിയ തൈകളില്ലേ? തൈകൾ. ഈ ചെറിയ പൂവുള്ളത് എന്താ? അത് ലോറ പെറ്റല. ലോറ പെറ്റല നിറച്ച് പൂവാവൂല്ലേ? അത് നല്ല വെയിലത്ത് ഉണ്ടെങ്കിൽ നിറയെ പൂണ്ടോ. അതിൽ ആ ചെടിയിൽ കുറച്ച് പൂവുണ്ട്. അത് സ്വീറ്റ് ലൂവി. സ്വീറ്റ് ലൂബിയാണല്ലേ അത്? അതിൻ്റെ തൈകളൊന്നുമില്ല. മദർ പ്ലാന്റ് ആണല്ലേ? പ്ലാന്റ് ഇതൊരു കായ ഉണ്ടാകുന്ന അത്ര നന്നായിട്ട് കിട്ടിയിട്ടില്ല. ഓ ഇതെന്താ ഈ ചെടി? ഇതും ജബോട്ട് കാവയുടെ ഒരു വെറൈറ്റിയാണ്. അതെ അല്ലേ? പക്ഷേ ഇല കുറച്ച് വലുതല്ലേ മറ്റേ വെച്ച്? ഇതൊരു കായ ഉണ്ടായിട്ടില്ല. അതെ അല്ലേ? ഏത് വെറൈറ്റി എന്നറിയില്ല അല്ലേ? ഇതാണ് സബാറ. സബാറ അതാണല്ലേ? സബാറ കായ ഉണ്ടല്ലേ? ഇല്ലില്ല. സബാറ കായ ഉണ്ടാണെങ്കിൽ 8-9 വർഷം കഴിയും. ഓ സബാറ ലേറ്റാ അല്ലേ? പക്ഷെ മരം നല്ല പ്രായം തോന്നുന്നുണ്ടല്ലോ. ഒരു 6 വർഷം ആകുമ്പോൾ ആകുമായിരിക്കും. ഇത് ഡീൻഡുറ്റി. ഡീൻഡുറ്റി അല്ലേ? ഇത് ബാമ്പു അല്ലേ? ബാമ്പു. അത് J33 എനിക്ക് തോന്നുന്നു. അതെ അല്ലേ? വലുതായില്ലേ? വലുതായിപ്പോയി. ബുഷ് പേപ്പർ. ബുഷ് പേപ്പറാണല്ലേ? ഇതിൻ്റെ തീരെ ചെറിയ തൈകളുണ്ടോ അതോ ഇതാണ് നമുക്ക് കൊടുക്കുക? ഇതാണ് കൊടുക്കുന്നത്. ഇതിൽ കായും ഉണ്ട് അല്ലേ? കായുണ്ട്. ഇത് പെട്ടെന്ന് കായാവും തോന്നുന്നു അല്ലേ? അതിൻ്റെ സീസണില്ല. ഏത് സമയത്തും കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതേതാ? ഇത് ബിസോണി ആൽബ. നമ്മളെ കണ്ട 2 മരത്തിൻ്റെ വലിയതിൻ്റെ തൈകളാണല്ലേ? ഇതേതാ ഇൻഡോർ പ്ലാന്റ്സ്? ഇത് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ പേര് ഓർമ്മയില്ല. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ? അത് നേരത്തെ കാണിച്ച മിൽക്കി ബാമ്പിൻ്റെ. ഇത് നേരത്തെ കണ്ട ചുമന്ന ചെറിയ പൂവ് ലോറ പെറ്റല. ഇതോ? അത് ടൈഫൻ ബാക്കിയുടെ ഒരു വെറൈറ്റി ആണല്ലേ? ചേട്ടാ ഇത്രയും തിരക്കേറിയ സമയത്തും നമുക്ക് ഈ ഗാർഡനെല്ലാം പരിചയപ്പെടുത്തി തന്നതിന് യാത്രാ ചാനലിൻ്റെ ഒരുപാട് നന്ദി. ഈ നഴ്സറിക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.